കാഴ്ചപ്പാടിൽ ഒരു വക്ര ചിത്രമുള്ള ഒരു വിഷയമാണ്. തസവ്വുഫ് എന്നത് ഒരു വിജ്ഞാന ശാഖയാണ്. ആത്മവിശുദ്ധി എന്നതിനെ എളുപ്പത്തിൽ പരിചയപ്പെടുത്താം. ആധ്യാത്മിക ശാസ്ത്രം എന്നും അതിനെക്കുറിച്ച് പറയാറുണ്ട്. മനുഷ്യൻ ഹൃദയം കൊണ്ട് നന്നാവുക എന്നതിലൂന്നിയാണ് തസവ്വുഫിന്റെ ചിന്തകൾ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഫിസിക്കലി ജീവശാസ്ത്രപരമായി നോക്കിയാൽ കൈകാലുകള്, അവയവങ്ങള്, രക്തധമനികള്, അസ്ഥികള്, ഉപാസ്ഥികള്, ഇങ്ങനെ കുറെ സാധനങ്ങളുള്ളതാണ് മനുഷ്യൻ. എന്നാൽ യഥാർത്ഥത്തിലുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന്റെ ആത്മാവാണ്. എനിക്ക് 2 വയസ്സായപ്പോഴാണ്, അല്ലെങ്കിൽ എന്നെ പ്രസവിക്കപ്പെട്ട് ഒരാഴ്ച ആയപ്പോഴാണ് എന്റെ അമ്മ മരിച്ചത് എന്നൊരാൾ പറഞ്ഞാൽ എന്റെ നല്ല പ്രശ്നമുണ്ടല്ലോ. ഇപ്പൊ എനിക്ക് 97 വയസ്സായി എന്നയാള് 97 കൊല്ലങ്ങൾക്ക് ശേഷം പറയണേ. ഞാനല്ല പറയുന്നത്. 97 വർഷം മുമ്പുള്ള എന്റെ ഉമ്മ മരിച്ചതെന്നാണ് എന്റെ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട അർത്ഥം, ആ പദം അല്ലെങ്കിൽ ആ സമുച്ചയം അല്ലെങ്കിൽ ആ മുസമ്മ. ഈ എന്റെ എന്ന് പറഞ്ഞത് മനുഷ്യന്റെ ജീവനാണ്. പണ്ടേ ഒരു ജാഹിലി കവിയോട് പാടിയിട്ടുണ്ട്, നിസാനുൽ ഫത നിസ്ഫുൻ വനിസ്ഫൻ ഫുആദുഹു ഫലം യബ്ഖ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി. നിസാനുൽ ഫത നിസ്ഫുൻ വനിസ്ഫൻ ഫുആദുഹു. ജാഹിലിയ കാലത്തുള്ള ആളാണ്. തസവ്വുഫ് കൊണ്ടാകുന്നതിന് എത്രയോ മുമ്പ്. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന്റെ നാവ് ആണ്. സംസാരിക്കുക, പ്രസംഗിക്കുക, ആശയവിനിമയം നടത്തുക, ക്ലാസ് എടുക്കുക, പറഞ്ഞെടുക്കുക, മാർഗദർശനം ചെയ്തൊക്കെ നാവുകളിൽ നടക്കുക. പ്രത്യേകിച്ച് പുരാതന ആളുകള് കവിതയിൽ വലിയ ആദ്യത്വം കണ്ടില്ല. കവിതകളെങ്കിൽ നാവ് വേണം. അപ്പൊ അദ്ദേഹം വിഭജിക്കുന്നത് മനുഷ്യനിൽ നിന്ന് ആകെ പറഞ്ഞാൽ പകുതി അവന്റെ നാവാണ്. വനിസ്ഫുൻ ഫുആദുഹു, മറ്റേ പകുതി അവന്റെ ഹൃദയമാണ്. അപ്പൊ രണ്ടും കഴിച്ചാൽ പിന്നെ ഫലം യബ്ഖഇല്ല സൂറത്തുൽ ലഹ്മി വദ്ദമി, പിന്നെ ഇതിങ്ങനെ ഒരു അസ്ഥികൂടം മാത്രം. അപ്പൊ ഹൃദയം നന്നാകുന്നതിൽ ഊന്നിയുള്ള ഒരു സവിശേഷമായ ദർശനമാണ് തസവ്വുഫ്. ഇസ്ലാമിക ധർമ്മശാസ്ത്രത്തിൽ, ഇസ്ലാമിക കാഴ്ചപ്പാടിൽ തസവ്വുഫിന് അല്ലെങ്കിൽ ആധ്യാത്മിക ശാസ്ത്രത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഇസ്ലാം കാര്യം പഠിപ്പിക്കാൻ മലക്ക് വന്ന സംഭവം ഇവിടെ പരാമർശിക്കപ്പെട്ടു. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വന്ന് ഇമാം മുസ്ലിമിന്റെ ഹദീസ് വളരെ പ്രസിദ്ധമായ ഒരു സംഭവമാണ്. ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹ് എന്ന് തുടങ്ങിയുള്ള സാമാന്യം സുദീർഘമായ കഥകൾ. ഞങ്ങൾ നബി തങ്ങളുടെ സന്നിധിയിലിരിക്കവേ ഒരു മനുഷ്യൻ വന്ന് ആകർഷകമായ വ്യക്തിത്വമുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ വസ്ത്രം വളരെ വെളുത്ത വസ്ത്രമാണ്, മുടി വളരെ കറുത്ത മുടിയാണ്. വലായഅരിഫുഹുമിന്ന അഹദ്, ഞങ്ങൾ ആരും അയാൾ അറിയുകയില്ല. വലായുറഅലൈഹി അസറു സഫർ, ദൂരം യാത്ര ചെയ്ത ആളാണ്. അപ്പൊ അദ്ദേഹം യാത്ര ചെയ്ത ഒരു ലക്ഷണമില്ല. മരുഭൂമിയുടെ യാത്ര ചെയ്താൽ പ്രതിപടലങ്ങളും യാത്രാക്ഷീണവും മറ്റൊക്കെയായി പലതും ഉണ്ടാവും. അതൊന്നുമില്ല. നല്ല ഫ്രഷായ ഒരു മനുഷ്യനെ ഞങ്ങളുടെ വീട്ടിൽ ആരും ആളെ അറിയില്ല. മലക്കായി എന്നാണ് അവസാനം നബിതങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നബിതങ്ങളുടെ സന്നിധിയിൽ എന്ന് ചോദിച്ചു, ഇസ്ലാം എന്താ, ഈമാൻ എന്താ എന്നൊക്കെ ചോദിച്ചതിന് മറുപടി പറഞ്ഞെടുത്തു. അഖ്ബിർ അനിൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അദ്ദേഹം ചോദിച്ചു. ഈ ഇഹ്സാനാണ് തസവ്വുഫ്. വാക്കുകളുടെ പേര് പ്രയോഗം മാറി വരും. രാജ്യങ്ങളുടെ പേര് മാറി വരും. പണ്ടൊക്കെ ബോംബെയിലേക്കാണ് പോയിരുന്നത്, ഇന്ന് മുംബൈയിലേക്കാണ് പോകുന്നത്. പിന്നെ നമ്മളവിടുന്ന് ആൾക്കാരൊക്കെ തിരൂരിന് വണ്ടി വരുന്ന മദ്രാസിലേക്കാണ്. ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ ചെന്നൈക്കാണ് പോകുന്നത്, മദ്രാസിലേക്ക് പോകുന്നില്ല. ഇങ്ങനെ
ആശയങ്ങൾക്ക്, ആദർശങ്ങൾക്ക്, സ്ഥലങ്ങൾക്ക്, സങ്കല്പങ്ങൾക്ക് ഒക്കെ പേരിൽ വ്യത്യാസമുണ്ടാവും. പേരിനെ പറ്റി വഴിയെ പറയാം. ആ മനുഷ്യൻ നന്നായ ഇതാണ് ഇഹ്സാൻ. എന്താണ് ഇഹ്സാൻ എന്നുള്ളത് നബിതങ്ങൾ പറഞ്ഞാൽ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ അല്ലാഹുവിനെ അങ്ങോട്ട് കൊണ്ടിരിക്കുന്നുണ്ട് എന്നതുപോലെ അവനെ ആരാധിക്കലാണ് ഇഹ്സാൻ. എന്നതുപോലെ അങ്ങോട്ട് അല്ലാഹുവിനെ കാണുകയില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കഅന്നക തറാഹ്, നീ അല്ലാഹുവിനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതുപോലെ അവനെ ഇബാദത്ത് ചെയ്യണം. ഫഇൻ ലം തകുൻ തറാഹു, നീ അവനെ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക്, അവൻ നിന്നെ കാണുന്നുണ്ട്. അപ്പൊ യജമാനൻ, ഉടമ, തൊഴിലുടമയാണെങ്കിൽ പോലും തൊഴിലുടമ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തൊഴിലാളി ഉഷാറായിട്ട് പണിയെടുക്കും. കണ്ടുകൊണ്ടിരിക്കുന്നില്ലെങ്കിൽ അവരിങ്ങനെ ഉഴപ്പനായിരിക്കും. ഇങ്ങനെ മഴയും കയറിങ്ങനെ ഇരിക്കും, വിശ്രമിക്കും. തൊഴിലുടമ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, സൂപ്പർവൈസിംഗ് എഞ്ചിനീയർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്ക് ഉഷാറായിട്ട് നടക്കും. ആത്മാർത്ഥമായി അവർ ജോലി ചെയ്യും. അപ്പൊ നീ അള്ളാഹുവിനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതുപോലെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. നീ അവനെ കണ്ടുകൊണ്ടിരിക്കുന്നില്ലെങ്കിലും ഫലത്തിൽ അങ്ങനെയാ ഫഇന്നഹു യറാക്, അവൻ നിന്നെ കാണുന്നു. ഇതാണ് തസ്വീഫിന്റെ പ്രവാചകീയമായ അടിസ്ഥാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അടിസ്ഥാനം. അങ്ങനെ സഹാബികൾ നിമിത്തങ്ങളിൽ അത് മനസ്സിലാക്കി. 1-ാം നൂറ്റാണ്ട് വരെ മനസ്സിലാക്കി. 2-ാം നൂറ്റാണ്ടായപ്പോഴേക്ക് ഇസ്ലാമിക സമൂഹത്തിൽ കുറെ പരിവർത്തനങ്ങൾ, മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പ്രത്യേകിച്ച് സാമ്പത്തികമായി പല രാജ്യങ്ങളും ഇസ്ലാമിന്റെ കൊടിക്കൂറയും കീഴിൽ വന്നു. പലയിടത്തും അനിവാര്യമായ യുദ്ധങ്ങളുണ്ടായപ്പോൾ സമരാർജിത സമ്പത്തുകൾ, ഗനീമത്തുകൾ മുസ്ലിങ്ങൾക്ക് ലഭിച്ചു. സമ്പത്തുകൾ ലഭിച്ചു. സാമ്പത്തികമായി അവർ മുന്നോട്ട് പോയി. അപ്പൊ ക്രമേണ ആളുകൾ ദുനിയാവിലേക്ക് കൂടുതൽ വശീകരിക്കപ്പെടാൻ തുടങ്ങി. ദുനിയാവ് വശ്യമായൊരു വസ്തുവാണല്ലോ. ഇത് പ്രവാചക തിരുമേനിയുടെ കാലത്ത് തന്നെ ഈ ലക്ഷണങ്ങൾ പ്രകടമായിരുന്നു. അതായത് ഇങ്ങനെ ഭൗതിക പുരോഗതി ഇങ്ങനെ നേടാൻ തുടങ്ങിയപ്പോൾ തന്നെ പ്രവാചക പത്നിമാർക്ക് ഒരാശയം, ഒരാഗ്രഹം, സാമ്പത്തിക സുഭിക്ഷതൊക്കെ വരാൻ തുടങ്ങിയാൽ നമുക്കും ചില ജീവിത സൗകര്യങ്ങളൊക്കെ കിട്ടിയാൽ നന്നായിരുന്നു. സ്വാഭാവികമാണ് മനുഷ്യന്റെ ആഗ്രഹം. അള്ളാഹു എതിരല്ല. അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് ആഗ്രഹങ്ങളൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അബ്ദുറഹ്മാൻ അള്ളാഹു വലിയ കോടീശ്വരനായിരുന്നു. ഏറ്റവും ക്ഷാമ ദുരിതപൂർണമായ സമയത്ത് മദീനയിലുള്ള ആൾക്കാർക്ക് ഒന്നായിട്ട് അദ്ദേഹം റേഷൻ കൊടുക്കില്ലേ വെറുതെ. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹോദരന്മാരും ഈ ഒരു താല്പര്യമുള്ളവരായപ്പോൾ ആയത്തറിഞ്ഞ ഖുർആൻ അറിഞ്ഞാണ്. يا أيها النبي قل لأزواجك إن كنتن تردن الحياة الدنيا وزينتها فتعالين أمتعكن وأسرحكن سراحا جميلا وإن كنتن تردن الله ورسوله والدار الآخرة فإن الله أعد للمحسنات منكن أجرا عظيما. പ്രവാചക തിരുമേനിയോട് അള്ളാഹു അഭിസംബോധന ചെയ്യുകയാണ്. യാ അയ്യുഹൻ നബി ഖുൽ ലിഅസ്വാജിക, സഹധർമ്മന്മാരോട് അങ്ങ് പറയണം, ഇൻ കുൻതുന്ന തുരിദുൽ ഹയാത ദുനിയ വസീനതഹ, ഭൗതിക ജീവിതവും അതിന്റെ അലങ്കാരാർഭാടങ്ങളുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഫതആലൈൻ, നിങ്ങൾ പ്രകടമാക്കി പ്രത്യക്ഷമാക്കി വെളിച്ചമാക്കി വെളിവാക്കി പറയണം. ഫമത്തിഅകുന്ന വഉസരിഹ്കുന്ന സറാഹൻ ജമീല, നിങ്ങൾ ഞാൻ സ്വതന്ത്രമായി വിട്ടേക്കാം. ഞാൻ നിങ്ങളുടെ ഭൗതിക താല്പര്യത്തെ നിങ്ങൾക്ക് മുമ്പിൽ ഒരു തടസ്സമാകരുത്. സറാഹൻ ജമീല, നേരെ മറിച്ച് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും പാരത്രിക ലോകത്ത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും ചേർത്തുകൊണ്ടുള്ള ഐഡന്റിറ്റിയുമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ, ആഗ്രഹിക്കുന്നതെങ്കിൽ, റസൂലിന്റെ ഭാര്യയിലേക്ക് സ്വർഗത്തിലിരിക്കാം,
അള്ളാഹുവിന്റെ റസൂലിന്റെ സഹധർമ്മിണിയാണ് എന്ന മേൽവിലാസത്തിൽ സ്വർഗപ്രാപ്തയാവുക. ഇതിനാണ് നിങ്ങൾ മുൻഗണന നൽകുന്നത്. എങ്കിൽ നിങ്ങൾക്കത് തിരഞ്ഞെടുക്കാം. അള്ളാഹു നിങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലം സജ്ജീകരിച്ചു വെച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് 2-ാം നൂറ്റാണ്ടായപ്പോഴേക്ക് ജനങ്ങൾക്ക് ഭൗതിക താല്പര്യങ്ങളിലേക്കുള്ള അഭിവാഞ്ച കൂടി വരാൻ തുടങ്ങി. അപ്പോൾ ഇസ്ലാമിക കാഴ്ചപ്പാടിലും ഇസ്ലാമിന്റെ ധർമ്മശാസ്ത്രത്തിലും കാർക്കശ്യമുണ്ടായിരുന്ന ആളുകൾ സംഗതി അപകടകരമായി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് സമൂഹത്തെ ബോധവൽക്കരിക്കാൻ, ഭൗതികതയുടെ വലകളിൽ അവർ കുടുങ്ങിപ്പോകാതിരിക്കാൻ ചില ധർമ്മശാസ്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് എന്ന് സവിശേഷമുള്ളവർ മനസ്സിലാക്കുക. അങ്ങനെയാണ് 2-ാം നൂറ്റാണ്ടിൽ തസവുഫ് എന്ന പ്രത്യേക ശാഖ അല്ലെങ്കിൽ വിജ്ഞാന ശാഖ ഉരുത്തിരിയുന്നത്. ഇത് ഉൽപ്പതിഷ്ഠിക്കാൻ പറയുന്നത് പോലെ തസവുഫിന് മാത്രം ഉണ്ടായതല്ല, എല്ലാ വിജ്ഞാനശാഖകളും പിന്നീടുണ്ടായതാണ്. എല്ലാ വിജ്ഞാനശാഖയും ഭാഷയുടെ അടിസ്ഥാനമാണ് നഹ്വും സർഫും. നബി തങ്ങൾ നഹ്വും സർഫും പഠിപ്പിച്ചിട്ടില്ല. ഇമ്രുൽ ഖൈസ് നഹ്വും സർഫും പഠിച്ചിട്ടില്ല. എന്നാൽ ഇമ്രുൽ ഖൈസ് ചൊല്ലിയപ്പോൾ എരിഞ്ഞെടുത്ത് നോക്കിയാൽ കിലാന ഇദാ മാനാല ശൈഅൻ അഫാതഹു വമാ യഹ്തരി ഫഹറസി വഹറസക യസിലി. നമ്മളൊക്കെ അതിലുണ്ട്. കിലാകിൽ തന്നെ വിശാലം വമാ യഹ്തരി ഷർത്തിയായ മണ്ണ്, അതിന്റെ ഇസ്മിന് ജസ്മ്, യഹ്സിലി അതിന് ജവാബിന് ജസ്മ് ഒക്കെ അതിലുണ്ട്. ഉദാഹരണം. അപ്പൊ ഭാഷയുടെ നിയമങ്ങൾ പണ്ടേ ഉണ്ടായിരുന്ന നിയമങ്ങളനുസരിച്ചാണ് ഖുർആൻ ഇറങ്ങിയത്, നബിതങ്ങൾ സംസാരിച്ചത്, സഹാബികൾ സംസാരിച്ചത്, ജാഹിലി കവികൾ സംസാരിച്ചത്. പക്ഷേ ഇതൊരു അലകം പിടിയുമുള്ള ഒരു വൃത്തത്തിൽ ഭാഷാപരമായ നിയമങ്ങൾ ഒതുങ്ങണമെന്ന ആവശ്യം വഴിയേ വരാൻ തുടങ്ങി വന്നു. അപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ വിഷയം പരിഹരിക്കണം, അതിന് പരിഹാരം ഉണ്ടാക്കണം, അതിന് ഒരു അലകും പിടിയും ചട്ടക്കൂടൊക്കെ ഉണ്ടാക്കണം എന്നാണ് ഭാഷക്ക്. അദ്ദേഹം അബുൽ അസ്വദ് ദുആലി ചില അടിസ്ഥാന സിദ്ധാന്തങ്ങളൊക്കെ ആവിഷ്കരിച്ച് അലി ഇബ്നു അബീ ത്വാലിബിന്റെ പരിശോധനയ്ക്ക് വെക്കണം. സിർഹാവന്നഹവ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ മതി. ആ നഹവാണ് നഹവായത്, സർഫായത്, ബലാഗയായത്, മഅനിയായത്, ബദീഅയായത് എല്ലാ വിജ്ഞാനശാഖകളും പിന്നീടുണ്ടാകും. അപ്പോ തസവ്വുഫിനെ മാത്രം പിടികൂടേണ്ട ആവശ്യമില്ല. ദോഷൈക ദൃക്കുകളാണ് ഇത് ചെയ്യുന്നത്. ദോഷൈക ദൃക്കുകൾ വസ്തുതകളെ മറച്ചു പിടിച്ചുകൊണ്ട് തസവ്വുഫ് പിൽക്കാലത്തുണ്ടായതാണ് എന്ന് പറയുന്നു. ആദ്യമായി സൂഫി എന്ന പേര് വിളിക്കപ്പെട്ടത് അബൂ ഹാഷിം എന്ന് പറയുന്ന ഒരു മഹാനായ പണ്ഡിതനായ സൂഫി ധർമ്മശാസ്ത്രജ്ഞനായിരുന്നു. ആദ്യമായി അദ്ദേഹത്തിന് ആളുകൾ സൂഫി എന്ന നല്ല ഹൃദയം തോന്നിയ ആൾ നടത്തും. സൂഫി എന്ന പദം എവിടെ നിന്നുണ്ടായി എന്നതിൽ ആളുകൾക്ക് പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. നിഷ്പത്തിയെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. അങ്ങോട്ട് കടക്കാൻ സമയമില്ല. ഏതാണെങ്കിലും 2-ാം നൂറ്റാണ്ടിലാണ് അതൊരു പ്രത്യേക ശാഖയായി, ഒരു ദർശനമായി ഉരുത്തിരിഞ്ഞത്. മറ്റു പല വിജ്ഞാന ശാഖകളെയും പോയി. എന്താ അതുകൊണ്ടുള്ള ലക്ഷ്യം, ഉദ്ദേശ്യം? ഒരു മഹാൻ പറഞ്ഞത് ഞാനിവിടെ ഉദാഹരണത്തിന് പറയാം. ഷെയ്ഖ് സക്കരിയ അൽ അൻസാരി, ശാഫിഈ മദ്ഹബിലെ ഫഖീഹ് കൂടിയാണ് സക്കരിയ അൽ അൻസാരി. മഹാൻ അവർ പറയുന്നു, തസവ്വുഫ് എന്ന് പറഞ്ഞാൽ ഇൽമുൻ തുറഫു ബിഹി അഹ്വാലു തസ്കിയത്തിൻ നുഫൂസ്, ആത്മസംസ്കരണത്തിന്റെ ഗതിവിഗതികളും സ്ഥിതിവിവരങ്ങളുമൊക്കെ അറിയാനുള്ള ഒരു വിജ്ഞാനശാഖയാണ്. ആത്മവിശുദ്ധി, ആത്മാവിനെ നന്നാക്കണമല്ലോ. അത് നന്നാക്കുന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളും വിജ്ഞാനങ്ങളുമൊക്കെയുള്ള ഒരു വിജ്ഞാനശാഖയാണ് ഒരു ഇൽമാണ് തസവ്വുഫ്. وتصفية الأخلاق وتعمير الظاهر والباطن لنيل السعادة الأبدية. ശാശ്വത വിജയം കരസ്ഥമാക്കാൻ
ഉള്ളും പുറവും സ്വഭാവശീലങ്ങളും സദാചാര സംരംഭങ്ങളും ഒക്കെ ഉള്ളും പുറവും നന്നാക്കും. പിന്നെ ജനങ്ങളുടെയൊക്കെ ഉള്ള് വളരെ മോശം, പുറം വളരെ ഉഷാറ. ഉള്ളു വളരെ മോശം. അസൂയ, അഹങ്കാരം, അഹന്ത, അന്യനെ സംബന്ധിച്ചുള്ള നിസ്സാര ബോധം, ഞാൻ വലിയവനാണെന്ന ബോധം, ഒരു മനുഷ്യനൊരു ഉപകാരം ചെയ്തുകൂടാ എന്ന ദുശ്ശാഠ്യം, ഇങ്ങനെ ഒരുപാട് ഇലാഖിരി. പുറം നോക്കിയാലോ നല്ല ശുദ്ധമായ അലക്കി തേച്ച വസ്ത്രം, മടമ്പ് കൊണ്ട് ചെരുപ്പ്, മൂക്കിലേക്ക് തുളച്ചു കയറുന്ന സ്പ്രേ. വീട്ടിൽ ചെന്ന് നോക്കിയാൽ ഒക്കെ ഗ്രാനൈറ്റ് അല്ലെങ്കിൽ മാർബിള് അല്ലെങ്കിൽ അതിന്റെ അപ്പുറമുള്ളത്. മതിൽ വരെ, കോമ്പൗണ്ട് വാൾ വരെ ദൈനംദിനം കഴുകി വൃത്തിയാക്കാൻ അവിടെ ഭൃത്യന്മാരുണ്ട്. അവർക്ക് താമസിക്കാൻ ഔട്ട് ഹൗസുകളുണ്ട്. ഉള്ളു വളരെ മോശം. ഉള്ളും പുറവും നന്നാക്കണം. വാപ്പൂസിനെ സംബന്ധിച്ച് മറ്റു മഹാന്മാരെ പറ്റി പറഞ്ഞല്ല, ഉള്ളും പുറവും സുന്ദരമാണ്. ഉള്ളും പുറവും സുന്ദരമാണ്. രണ്ടിനോടും പ്രയാസമാണെന്ന് തോന്നുകയാണെങ്കിൽ ഉള്ള ആദ്യം സുന്ദരമാക്കണം, ഇന്ന് കഴിയുമ്പോലെ പുറം സുന്ദരമാണ്. നമ്മുടെ ഖത്താബ് റളിയല്ലാഹു അൻഹു മണലിൽ കിടന്നിറങ്ങുന്ന കാണാം. വിദേശത്ത് നിന്ന് ഒരാൾ വരാം, ഖലീഫനെ കാണാൻ, ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രസിഡന്റിനെ കാണാൻ വരാം. ആരോട് ചോദിക്കാതെ കണ്ടുപിടിക്കണം എന്നുള്ളതൊക്കെ മുമ്പിൽ വന്ന് അവിടെ ഇവിടെയൊക്കെ തെരഞ്ഞെടുത്ത് എവിടെയും കാണില്ല. അവിടെ ഒരു മണലിൽ ഒരു മരത്തിന്റെ തൊട്ട് കിടന്നുറങ്ങും. അദ്ദേഹം കണ്ടപ്പോൾ പറഞ്ഞു, അദൽത ഫഅമിൻത ഫനിംത, അദൽത ഫഅമിൻത ഫനിംത. ലോകത്ത് ഒരു ഭരണാധിപനും ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. ആ തുറന്ന സ്ഥലത്ത് മണലിൽ കിടന്നുറങ്ങാൻ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ. കാരണം എന്താണെന്ന് പറയാം, അദൽത, അങ്ങ് നീതി മുറുകെ പിടിച്ചു. പ്രജകളോടൊക്കെ നീതിനിഷ്ഠമായ സമീപനം. ഫനിംത, അപ്പോൾ അങ്ങക്ക് വിശ്വസ്തത കഴിയുന്നു. ഫനിംത, ഈ തുറന്ന സ്ഥലത്ത് മരത്തിനോട്ട് മരുഭൂമിയിൽ കിടന്നുറങ്ങാനുള്ള ധൈര്യം അങ്ങക്ക് ലഭിച്ചു. അപ്പൊ രണ്ടോടും പ്രയാസമെങ്കിൽ ആദ്യം ഉള്ളു നന്നാക്കാം, പിന്നെ സൗകര്യം പോലെ പുറം നന്നാക്കാം. സൗകര്യം പോലെ മുമ്പാകം ഒന്ന് വയറ്റുക ചെയ്യുക ആദ്യം, പിന്നെ പിൻഭാഗം, പിന്നെ അടിയിൽ സിമെന്റ് ഇട്ടിട്ട് സിമെന്റ് ഇടുക. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ടൈൽസ് ഒട്ടിക്കുക ആകാവുന്നതാണ്. ആദ്യം ഉള്ളു നന്നാക്കണം. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആത്മാവിനെ ശുദ്ധീകരിച്ചവർ ആരോ അവർ വിജയം വരിച്ചു, തീർച്ച. വഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ ആർ അശുദ്ധമാക്കിയോ ആത്മാവിന്, അവൻ പരാജിതനായി. ലോകത്ത് ഇന്ന് നേതൃരംഗത്തുള്ളവരൊക്കെ ഈ ആത്മാവ് അവിശുദ്ധമായവരാണ്. അമേരിക്ക, വൻകിട രാഷ്ട്രങ്ങൾ ആയുധമുണ്ടാക്കി കച്ചവടം ചെയ്യാം. ആയുധം ചെലവാകാൻ നിരപരാധികളായ രണ്ട് കക്ഷികളെ ഇടയിൽ ശത്രുതയുണ്ടാക്കി യുദ്ധമുണ്ടാക്കുന്നവർക്ക് ഈ ഉണ്ടാക്കിയ ആയുധങ്ങൾ കൊടുക്കാം. ഒരു കക്ഷിക്ക് വലത്തെ കൈകൊണ്ട് കൊടുക്കും, മറ്റേ കക്ഷിക്ക് ഇതിലൂടെ കടങ്ങാത്തതിന്റെ കൂടെ ആയുധങ്ങൾ വന്നിട്ട് സ്വകാര്യമായിട്ട് കൊടുക്കും. വ്യത്യാസമുണ്ട്. രണ്ടുകൂട്ടം കൊടുക്കുന്ന ഒരാളാണ്. ഇതാണ് ഇന്ന് ലോകത്തിന്റെ അവസ്ഥ. അഥവാ ഇങ്ങനെയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്ത് ആത്മവിശുദ്ധീകരണത്തിന് ഏറ്റവും വലിയ പ്രസക്തിയുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പിന്നെ തസവ്വുഫിനെ നിർവഹിച്ച പല മഹാന്മാരുണ്ട്. ഒക്കെ മൊത്തത്തിൽ ഇതാണ് എന്റെ ഉദ്ദേശം. ഇതുകൊണ്ട് സമയം കുറവായതെന്ന് ഞാൻ നീട്ടി പറയുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാം ഇന്ന് മലക്ക് വന്ന് പഠിപ്പിച്ച ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള പരിചയത്തിലെ മൂന്നാമത്തെ കാര്യമായിരുന്നു ഇഹ്സാൻ. മഹാന്മാർ പറയുന്നു, ഇബ്നു ഖൽദൂൻ ലോകചരിത്രം രേഖപ്പെടുത്തിയ മഹാനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഫലമ്മ ഫസൽ ഇഖ്ബാൽ അല ദുനിയ ഫിൽ ഖർനി സാനി വമാ ബഅദഹു വജനഹ الناس الى مخالطه الدنيا اختص المقبلون على العباده باسم الصوفيه. ഭൗതികതയിലേക്കുള്ള ചായ്വ് പ്രവണത ക്രമേണ കൂടി വന്നപ്പോൾ ഇസ്ലാമിന്റെ ധർമ്മശാസ്ത്രത്തിൽ നിഷ്ഠയുള്ള ആളുകൾ പ്രത്യേകമായ ഒരു പരിപ്രേക്ഷ്യം അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു ചട്ടക്കൂട് ആവിഷ്കരിച്ചെടുത്തു. അതാണ് തസവ്വുഫ് എന്ന് ഇബ്നു ഖൽദൂൻ തന്റെ ലോകപ്രസിദ്ധമായ മുഖദ്ദിമയുടെ 329 പേജിൽ ഇതിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആന്തരികവും ബാഹ്യവും നന്നാക്കുക എന്നതാണ് തസവ്വുഫിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അലാ വ ഇന്ന ഫിൽ ജസദി ലമുദ്ഗതൻ
ഇദാ صلحت صلح الجسد كله وإذا فسدت فسد الجسد كله ألا وهي القلب إن في الجسد ألا إن في الجسد لمضغة ألا സുപ്രധാനമായ അറിയിപ്പ് അല്ലെങ്കിൽ വിഷയം പറയുമ്പോൾ അല എന്ന് അറബി ഭാഷയിൽ സാധാരണ പറയാം. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇന്ന ഫിൽ ജസദി ലമുദ്ഗതൻ, മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ഇദാ സലഹത്, ആ മാംസപിണ്ഡം നന്നായാൽ സലഹൽ ജസദു കുല്ലു, ആ ശരീരം മുഴുവൻ നന്നായി. വഇദാ ഫസദത്, പ്രത്യുത മറിച്ച് അത് ദുഷിച്ചാൽ ഫസദൽ ജസദു കുല്ലു, ശരീരം മുഴുവൻ ദുഷിച്ചു. അതാണ് നേരത്തെ പറഞ്ഞ ആയത്തുള്ളത്, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വേറൊരു ഹദീസിൽ കാണാൻ സാധിക്കും, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അമാലിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അമാലിക്കും. നിങ്ങളുടെ ഭാവഹാവാദികൾ, വേഷഭൂഷാദികൾ, ബാഹ്യ ലക്ഷണങ്ങൾ, ബാഹ്യമായ അലങ്കാരങ്ങൾ, ഇതിലേക്കൊന്നും അല്ലാഹു നോക്കൂല. വല ഇല ആമാലിക്കും, നിങ്ങളുടെ അമലുകളിലേക്കും നോക്കൂല. രണ്ടാളും നിസ്കരിക്കണമെങ്കിൽ ഒരാളെ നിസ്കാരം നരകത്തിൽ കേൾക്കും, മറ്റേ ആളെ നിസ്കാരം സ്വർഗത്തിൽ. കോലത്തിൽ രണ്ടാളും 4 റക്അത്ത് നിസ്കരിച്ചു, തൊട്ടുരുമിയാണ് നിസ്കരിച്ചിരുന്നത്. ഇമാമുണ്ടായിരുന്നെങ്കിൽ ഒരു ഇമാമിനെ തുടർന്നിരുന്നത്. പക്ഷെ ആ നിസ്കാരത്തിൽ നിങ്ങളുടെ ഹൃദയം എവിടെയായിരുന്നു എന്നതിലേക്ക് അള്ളാഹു നോക്കുക. അതാണ് വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും എന്ന് പറഞ്ഞത്. ഒരു വിഭാഗം നിസ്കാരക്കാരുടെ നരകണ്ടല്ലോ, ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഫവൈലുൽ ലിൽ മുസല്ലീൻ. മുസല്ലീങ്ങൾക്ക് നമസ്കാരം അല്ല സ്വർഗം. അപ്പൊ ഈ രണ്ട്, സ്വർഗത്തിലേക്കുള്ള നമസ്കാരക്കാരനും നരകത്തിലേക്കുള്ള നമസ്കാരനും ഒപ്പം നിസ്കരിക്കുന്നവരാകാം. അവരുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു നോക്കുക. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. റവാഹു മുസ്ലിം. നിങ്ങളുടെ ഹൃദയത്തിൽ ഓരോ പണി ചെയ്യുമ്പോഴും എന്താണ് നിങ്ങളുടെ ലക്ഷ്യം, അതാ അള്ളാഹു നോക്കുക. സ്വന്തം ശരീരം പോലും അള്ളാഹുവിന്റെ മേൽവിലാസത്തിൽ ആഹൂതി ചെയ്ത ഒരാളെ അള്ളാഹു തആല മഹ്ശറിൽ ഹാജരാക്കും. 3 കാറ്റഗറിയിലുള്ള ആൾക്കാരെ ഹാജരാക്കുക. ഇന്ന അവ്വലൻ നാസി യുഖ്ളാ അലൈഹി യൗമൽ ഖിയാമ റജുലുൻ ഉസ്തുശ്ഹിദ് വറജുലുൻ തഅല്ലമ അൽ-ഇൽമ വഅല്ലമഹു വഖറഅ അൽ-ഖുർആൻ വറജുലുൻ ആതാഹു അല്ലാഹു മിൻ ജമീഇ അസ്നാഫിൽ മാൽ. ഈ 3 ആളുകൾ നരകത്തിലേക്കാണ് പോകുന്നത്. ഹദീസ് വിശദീകരിക്കപ്പെടുന്ന സമയമില്ല. ഏറ്റവും ആദ്യമായി വിചാരണയ്ക്ക് വിധേയരാകുക 3 കാറ്റഗറിയിലുള്ള ആളുകൾ. ഒന്ന് രക്തസാക്ഷി, അവനെ വിളിച്ച് ഹാജരാക്കിയിട്ട് വിചാരണ ചെയ്യും. ചുരുക്കത്തിൽ അള്ളാഹു പറയും, നീ യുദ്ധം ചെയ്ത് എനിക്ക് വേണ്ടിയല്ല. പത്രത്തിലും ടിവിയിലൊക്കെ നിന്റെ പേര് വരാനാ. വഖദ് ഖീൽ, ആൾക്കാരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ആള് എന്റെ മാതിരി ഒരു മുസ്ലിയാറാണ്. റജുലുൻ തഅല്ലമ അൽ-ഇൽമ വഅല്ലമഹു വഖറഅ അൽ-ഖുർആൻ ഉതിയ ബിഹി ഫഉതിയ ബിഹി ഫഅറഫഹു നിഅമഹു ഫഅറഫഹ ഖാല ഫമാദാ അമിൽത ഫീഹാ قال تعلمت العلم وعلمته وقرأت فيك القرآن قال كذبت ولكنك تعلمت ليقال إنك عالم وقرأت القرآن ليقال هو قارئ وقد قيل ثم سحب به على وجهه حتى ألقي في النار. ورجل മൂന്നാമത്തെ ആളുടെ സമ്പന്നന آتاه الله من جميع أصناف المال, എല്ലാ സമ്പൽ സ്രോതസ്സുകളും അല്ലാഹു അയാൾക്ക് നൽകിയിട്ടുണ്ട്. കച്ചവടമുണ്ട്, ബിസിനസ് ഉണ്ട്, വാഹനമുണ്ട്, നഗര സ്വത്തുണ്ട്, ഒക്കെയുണ്ട്. അവൻ ഓർമ്മാക്കി കൊടുക്കും, നിനക്ക് ഇന്നതൊക്കെ ഞാൻ തന്നിരുന്നു. ഓക്കെ, അവൻ പറയും ശരിയാണ്. ഫമാദാ അമിൽത ഫിഹാ, ഇത്രയൊക്കെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് എന്ത് ഇവിടെ ചെലവഴിച്ചു? ഖാല മാ തറക്തു മിൻ സബീലിൻ തുഹിബ്ബു അൻ യുൻഫഖ ഫിഹാ ഇല്ലാ അൻഫഖ്തു ഫിഹാ. നന്മയുടെ ഏതെല്ലാം മാർഗങ്ങൾ ഉണ്ടായിരുന്ന പഠിച്ചവനൊക്കെ ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. ഖാല കദബ്ത വലാകിന്നക അമിൽത ലിഖാല ഇന്നക ജവാദുൻ വഖദ് ഖീൽ ثم سحب به على وجهه حتى ألقي في النار. ഇവിടെയാണ് ഹൃദയവിശുദ്ധിയുടെ പ്രസക്തി നാം മനസ്സിലാക്കേണ്ടത്. ഹൃദയവിശുദ്ധി, ഹൃദയം നന്നാക്കണം. എന്ത് ചെയ്യുകയാണെങ്കിലും, ചെറിയ പണിയാണെങ്കിലും അള്ളാഹുവിന് വേണ്ടിയാണോ അതിന് വലിയ പ്രതിഫലമുണ്ടാകും, വലിയ കനം തോന്നും. അള്ളാഹുവിന് വേണ്ടി അല്ലാതെ ചെയ്ത പണി എത്ര വലിയ മലയാണെങ്കിലും ശരി. മസലുല്ലദീന കഫറു അഅമാലുഹും കസറാബിൻ ബിഖീഅത്തിൻ
يحسبه الظمآن ماء حتى إذا جاءه لم يجده شيئا فوجد الله عنده فوفاه حسابه إن الله سريع الحساب. ഒരുപാട് നന്മകൾ ചെയ്യുന്ന അവിശ്വാസികളുണ്ട്, ഒരുപാട് നന്മകൾ ചെയ്തവരുണ്ടാകും അവിശ്വാസികളുടെ കൂട്ടത്തിൽ. ആഖിറത്തിൽ അതൊന്നും ഉണ്ടാവില്ല. കൊടുങ്കാറ്റുള്ള ദിവസത്തിൽ വെണ്ണീറിന്റെ കൂന എങ്ങനെ പാറി പറന്ന് അപ്രത്യക്ഷമാകുമോ അതുപോലെ ഹൃദയവിശുദ്ധിയോടുകൂടി ചെയ്യുന്ന നിസ്സാര പ്രവൃത്തി. ഒരു ദുർനടപ്പുകാരിയായ ഒരു സ്ത്രീ പരാവാസനായ ഒരു നായയെ കണ്ട് തന്റെ ബൂട്ട് അഴിച്ച് അതിന് വെള്ളം മുക്കി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ അവൾ സ്വർഗത്തിൽ കടന്നു എന്ന രൂപായത്തിലുണ്ട്. അവർ പാപമോചനത്തിന് അർഹയായെന്ന് വേറെ ഒരു രൂപായത്തിലുണ്ട്. ഒരു നായക്ക് വെള്ളം കുടിപ്പിച്ചതാ കാരണം. കാരണം അതിൽ അവൾ ആത്മാർത്ഥയായിരുന്നു. എന്റെ മാതിരി ഒരു ജീവിയാണുള്ളത്. കലശമായ ദാഹം വന്നിട്ട് കലശലായ ദാഹം വന്ന് അത് കഷ്ടപ്പെടണം. അവൾ കുറച്ച് വെള്ളം കൊടുക്കുക അതിനൊന്ന് കരുതി കൊടുത്തതാണ്. അതുകൊണ്ട് അവൾ മഗ്ഫിറത്തിന് അർഹയായി, അല്ലെങ്കിൽ അവൾ സ്വർഗപ്രവേശനത്തിന് അർഹത നേടി എന്നാണ് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോ ആഖിറത്തിൽ അല്ലാഹുവിങ്കൽ അമലുകൾ റാങ്ക് ചെയ്യപ്പെടുന്നത്, മൂല്യവൽക്കരണം നടത്തപ്പെടുന്നത് ആത്മവിശുദ്ധിയിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ നോക്കിയാണ്. ചെറിയ പണിയാണ്. പല ഹദീസുകളിലും ചെറിയ കാര്യങ്ങൾക്ക് വലിയ പ്രതിഫലം കാണാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം തംലആനി ഔ തംലഉ മാ ബൈന അസ്സമാഇ വൽ അർദ്. അന്തരീക്ഷം മുഴുക്കെ നിറഞ്ഞു നിൽക്കുവാൻ മാത്രമുള്ള പ്രതിഫലം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം ഉണ്ട്. كلمتان خفيفتان على اللسان ثقيلتان على الميزان حبيبتان إلى الرحمن سبحان الله وبحمده سبحان الله. അതിൽ പറയുന്ന ആശയം അത്രമാത്രം മഹോന്നതമാണ്. അതുകൊണ്ടാണ് അതിനാ കൂലി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹ് അവസാനിക്കുന്ന ഈ ഹദീസ് കൊണ്ട കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ, ഉച്ചരിക്കാൻ വളരെ സിമ്പിളാണ്, വളരെ ലാഘവത്തോടു കൂടി ഉച്ചരിക്കാൻ കഴിയുന്ന രണ്ട് പദങ്ങൾ. സഖീലതാനി ഫിൽ മീസാൻ, തുലാസിലിട്ടാൽ വലിയ കനമുണ്ടായിരിക്കും അതിന്. ഹബീബതാനി ഇലർ റഹ്മാൻ, റഹ്മാനായ പടച്ചവന് വളരെ പ്രിയപ്പെട്ടതാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത് ആത്മവിശുദ്ധി. അതില്ലാതെ 100% അള്ളാഹുവിന് വേണ്ടി ആക്കണം. 50% ജനങ്ങൾക്ക് വേണ്ടി, 50% പടച്ചവന് വേണ്ടി. ആരുടെ സാന്നിധ്യം അപ്രസക്തമാക്കണ്ടെന്ന് കരുതിയിട്ട് പൗതി ജനങ്ങൾക്കും പൗതി 99% പഠിച്ചവന് 1% വേറുള്ള പങ്കു ചേർത്താൽ പഠിച്ചവനെ സ്വീകരിക്കൂലാണ്. എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതെങ്കിലും ഒരാൾ 1% പാർട്ണർഷിപ്പ് നൽകുന്നത് പോലും എനിക്കിഷ്ടമല്ല. അപ്പൊ ഈ വിശുദ്ധി, ഈ ആത്മവിശുദ്ധിയുടെ ഈ നേട്ടം എങ്ങനെയാണ് ലഭിക്കുക അതും വേണം മനസ്സിലാകുക. ആത്മാവ് നന്നാകണമെന്ന് ആഗ്രഹമില്ലാത്ത ആളുകൾ മുസ്ലിമീങ്ങളെ കൂട്ടത്തിലുണ്ടാവില്ല. അപ്പൊ എങ്ങനെയാ നന്നാകുക? അതിന് ഏതൊക്കെ ഗുളിക, ഏതൊക്കെ അരിഷ്ടം, ഏത് ഡോസിലൊക്കെ കഴിക്കേണ്ടത്? അതിന് മഹാന്മാരോടുള്ള സമ്പർക്കം, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മഹാന്മാരോടുള്ള സമ്പർക്കമാണ് അതിന് ഒന്നാമത്തെ വഴി. അവർ ചെയ്യുന്നതൊക്കെ കണ്ടുപിടിക്കുക. പല മഹാന്മാർ, നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറയപ്പെട്ട മാതിരി പല ആളുകളും ഇങ്ങനെയുള്ള ആളുകളുടെ പിന്നാലെ കൂടിയിട്ടാണ് നന്നായിട്ടുള്ളത്. വലിയ തനി ദുർനടപ്പുകാരായിരുന്ന കുപ്പിക്കഷ്ണങ്ങളായി ജീവിച്ചിരുന്ന ആളുകൾ മഹാന്മാരെ കൂടെ കൂടിയിട്ട് ഏറ്റവും ഉന്നതമായ പദവിയിലെത്തിയവരുണ്ട്. വഴിയെ വരുന്നവർ ഇൻഷാ അല്ലാഹ് അത്തരം ചില ചരിത്രങ്ങളൊക്കെ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്വഹബത്ത് എന്നാണ് ഈ സാങ്കേതിക ഭാഷ. സുഹബത്ത്, അവരുമായുള്ള ചങ്ങാത്തം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുതൽ അത് തുടങ്ങാണ്. ഒരാൾ എന്നിട്ട് സഹാബത്ത് കലിമ ചൊല്ലി നബിയോട് കൂടെ ഒരു സെക്കൻഡ് ഇരുന്ന സഹാബിയാവും. ആ സുഹബത്തിന്റെ പവറാണ് സുഹബത്ത്. നിരന്തരമായി ആണെങ്കിലോ അതിനനുസരിച്ച് ഇങ്ങനെ മാറ്റുകൂടി വരും. ആ മാറ്റ് കൂടി വരുമെന്ന് മനസ്സിലാക്കിയ ഒരു സഹാബിയാണ് നബിയോട് പറയും, നബിയെ ഇവിടെ എന്ന പോലെ സ്വർഗത്തിലും അങ്ങയുടെ കൂടെ ആകണമെന്ന എന്റെ ആഗ്രഹം. മുറാഫഖതക ഫിൽ ജന്ന,
വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോന്നാണ് എനിക്ക് ചോദിച്ചത്. കുറച്ച് സീരിയസ് സംഗതി. എനിക്ക് വേറെ ഒന്നും ചോദിക്കാൻ എനിക്ക് ധനം മതി. അങ്ങയോടൊപ്പമുള്ള മുറാഫക്കത്ത് സ്വർഗത്തിൽ വേണം. അപ്പൊ അങ്ങനത്തെ സന്ദർഭത്തിൽ ഒരാളോട് പറഞ്ഞ് അയനീതി കസറത്തി സുജു, ധാരാളം നിസ്കരിച്ചോ, ഇൻഷാ അല്ലാഹ് നോക്കാം. വേറെ ആളോട് ചോദിച്ചാൽ നീ അതിനെന്താ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, എന്റെ കൂടെ വരുമെന്ന് പറഞ്ഞാലിപ്പോ സാധാരണ സംഗതി അല്ലാന്നിപ്പോ നിനക്കറിയാലോ. അതിനുള്ള ക്വാളിഫിക്കേഷൻ നേടാൻ നീ എന്താ ചെയ്തത്? പ്രമാദത്തലഹ പല ഞാൻ അങ്ങനെ അധികം നിക്കരിക്ക് നോമ്പുകൾക്ക് സദഖ ചെയ്യുക അങ്ങനൊന്നും ചെയ്യുന്ന ആളല്ല, ചെയ്യാൻ എനിക്ക് കഴിയില്ല. പക്ഷെ അങ്ങനെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു അൽമർഉ മഅമൻ അഹബ്ബ, എന്നു ബേജാറാകണ്ട. സ്വർഗത്തിൽ നീ ആരെ സ്നേഹിക്കുന്നവോ അവരുടെ കൂടെയായിരിക്കും. നബിയെ സ്നേഹിക്കാൻ നമ്മളൊക്കെ പറയാം, റബീഉൽ അവ്വൽ എന്ന വലിയ ഘോഷയാണ് നമുക്ക് പ്രവാചക സ്നേഹം വിളംബരം ചെയ്യാൻ. എന്തൊക്കെ മേൽവിലാസങ്ങളിൽ വെറുതെ ആയിട്ടും ഒക്കെ പ്രവാചക സ്നേഹം അഭിനയിച്ചുകൊണ്ട് നടക്കുന്ന കുറെ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഈ പ്രവാചക സ്നേഹം അങ്ങനെ അഭിനയിക്കാൻ പറ്റുന്ന കാര്യമല്ല. അഭിനയിക്കണതിന് ഒരു പ്രാധാന്യമില്ല ഇസ്ലാമിൽ. അതിന് ചെറിയൊരളവിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് കടക്കണം, ഹൃദയത്തിലേക്ക് കയറണം. അങ്ങനെയാണ് പൂർവികന്മാരൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇതതിന് സഹായകമായിരിക്കണം. ഇത് വേണ്ട എന്ന് പറഞ്ഞ ഉൽപ്പതിഷ്ഠനായല്ല, ഞാൻ തെറ്റിദ്ധരിക്കണ്ട. വേണ്ടെന്നല്ല, അതൊക്കെ അതിന് സഹായകമാക്കി കൊണ്ടുവരണം നമ്മൾ. വെറും ഒപ്പരിപ്പളവുമായി ജാടയായി ദുർലക്ഷ്യങ്ങളെ പിന്നിൽ വെച്ച് നടത്തിയാൽ അതിന്റെ ഒരു ഗുണവും ഉണ്ടാവില്ല. പ്രവാചക സ്നേഹം പറയാനും അതിൽ വെറുതെ ചെല്ലാനൊക്കെ പരിപാടി ഉണ്ടാക്കാൻ മറി നിസ്കരിക്കൂല, ഇശാ നിസ്കരിക്കൂല, അഥവാ തന്നെ കിടന്നുറങ്ങണേ തന്നെ സുബഹി നിസ്കരിക്കൂല. ഇതൊക്കെ ഇനി പ്രവാചക സ്നേഹമുള്ള ആൾക്കാർക്ക് ചെയ്യാൻ കഴിയുമോ? അന്ത്യ നിസ്കരിക്കാൻ നേരം വയ്ക്കുക വെച്ചാൽ ഞാൻ 3 മണിക്ക് കിടന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ 4 മണിക്ക് കിടന്നിട്ടുള്ളൂ, അത് അതിന് വിതറല്ല. സുബഹി നിസ്കരിക്കണം. സുബഹി നിസ്കരിക്കാത്ത മഹാദുശൂന്യതയുള്ളവനാണെന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനത്തെ നബിയെ സ്നേഹിക്കുന്നവന് എങ്ങനെ സുബഹി നിസ്കരിക്കാതിരിക്കാൻ പറ്റാം? വെള്ളമാണെങ്കിലും ശരി, ക്ലാസ് നടത്തുകയാണെങ്കിലും ശരി, എന്ത് നടത്തുകയാണെങ്കിലും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സഹവാസം കൊണ്ടാണ് ജാഹിലിയ്യ കാലത്ത് ജീവിച്ചിരുന്ന അറബികളൊക്കെ ലോകോത്തരമായ പദവിയിലെത്തിയത്. ബദറിലൊക്കെ പങ്കെടുത്ത ആളുകൾക്കുള്ള ലൈസൻസ് എന്താ? യഅമലൂ മാ ശിഅ്തും, എന്താ തോന്നുന്നത് ചെയ്യാം. ഫഖദ് ഗഫറല്ലാഹു ലക്കും മാ തഖദ്ദമ മിൻകും വമാ തഅഖർ, മുമ്പുള്ളതും പിന്നുള്ളതൊക്കെ അല്ലാഹു അങ്ങ് പുറത്തു തന്നിട്ടുണ്ട്. കാരണം ബദർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടി അവർ അണിനിരന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇസ്ലാമിന് ഇന്ന് ഈ ഭൂതലത്തിൽ മേൽവിലാസം ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് അങ്ങനെയുള്ള വലിയ ഉന്നത പദവി കരസ്ഥമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് സ്വഹബത്തിനെ സംബന്ധിച്ചാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതചര്യകൾ മഹാന്മാരുമായി അടുത്ത സമ്പർക്കം പുലർത്തി ഇങ്ങനെ ക്രമേണ പകർത്തിയെടുക്കണം. അതിന് മാനസികമായി ഒരു പരിശീലനം നേടണം, ഒരു ട്രെയിനിങ് ഇല്ലാതെ കാര്യം നടക്കുമല്ലോ. ട്രെയിനിങ് ഇല്ലാതൊരു കാര്യം നടക്കില്ല. 25 കൊല്ലം മുമ്പ് MBBS പാസ്സായ ഡോക്ടർക്കും മിഞ്ഞാന്ന് ഉദ്ഘാടനം ചെയ്ത കമ്പനിയിൽ ഉത്പാദിപ്പിക്കുന്ന ഗുളികകളുടെ പേരൊക്കെ അറിയാം, അത് എന്തിനുള്ളതെന്നൊക്കെ അറിയാം. ആ കമ്പനി ഉദ്ഘാടനത്തോടു കൂടി തന്നെ ഡോക്ടർമാർക്കൊക്കെ അതിന്റെ പാംസ്ലെറ്റ്സും അതിന്റെ പ്രോസ്പെക്ടസും അതിന്റെ വിശദീകരണമൊക്കെ അയച്ചു കൊടുക്കും. അവർക്ക് ക്ലാസുകൾ ഉണ്ടാവും. ഒരു ആശുപത്രിയിലെ ഡോക്ടർമാരൊക്കെ ഒന്നായിട്ടിരുന്ന് നിരന്തരമായി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഞാൻ പഴയ MBBS ആയിട്ടാണ് ഒറ്റയ്ക്കിരിക്കുകയല്ല ചെയ്യുക. പരിശീലനങ്ങൾ സകല കാര്യങ്ങളിലും വേണം. മുജാഹദത്തുൻ നഫ്സ്, ആത്മവിശുദ്ധീകരണത്തിന് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം മുജാഹദത്തുൻ നഫ്സ്, നഫ്സിനോടുള്ള മുജാഹദ. പിന്നെ പഠിച്ചവനെ പറ്റിയുള്ള ഓർമ്മ നിരന്തരമായി ഉണ്ടാകണം. ലാ യകുൻ ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്, നിന്റെ നാക്കിൽ നിരന്തരമായി അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയുണ്ടാകണം. പിന്നെ ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കണം. ഒറ്റയ്ക്ക് മനഃശാസ്ത്രജ്ഞന്മാർ വളരെ പ്രോത്സാഹനം നൽകുന്ന കാര്യം ഒറ്റയ്ക്ക് ഇരിക്കാറാണ്. കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ആത്മപരിശോധന നടത്തുക. ഇന്നിപ്പോ ഞാൻ എന്തൊക്കെ ചെയ്തത്, അതിൽ ഫലപ്രദമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആത്മപരിശോധന. അതിന് ഖൽവത്ത് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയിൽ പോയി ചെയ്തിരുന്നത് അതാ. ജാഹിലിയ്യത്തിന്റെ മലീമസമായ പശ്ചാത്തലങ്ങളിലും സാഹചര്യങ്ങളിലും ജീവിക്കാൻ കഴിയാതെ
പോയി ഒഴിഞ്ഞു പോട്ടെ ഞാൻ ഇവിടുന്ന്. എന്നിട്ട് ഹിറാ ഗുഹയിൽ 14 നൂറ്റാണ്ട് മുമ്പുള്ള സൗകര്യം വെച്ച് ഹിറാ ഗുഹ പ്രാപിക്കാനും ചെറിയ കാര്യമല്ലല്ലോ. ഹജ്ജിന് പോയ ഉംറയ്ക്ക് പോയ ആളുകൾക്കറിയാം. റേഷനുമായിട്ട് പോവുകയാണ്. അവിടെ ചെന്ന് ഇരിക്കുകയാണ്, ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർക്കാൻ, അനുസ്മരിക്കാൻ, ആത്മപരിശോധന നടത്താൻ, ന്യൂനതകൾ സ്വയം ആത്മന്യൂനതകൾ നികത്താൻ, പരിഹരിക്കാൻ. ഇതൊക്കെയാണ് ഖൽവത്തിന്റെ പ്രാധാന്യം. ആത്മവിശുദ്ധിക്ക് വളരെ സുപ്രധാനമായ ഒരു ഘടകമാണ്. പിന്നെ പശ്ചാത്തപിക്കണം. ദോഷങ്ങളിൽ നിരന്തരമായി കഴിഞ്ഞുകൂടുന്ന ആളുകളാണ് നമ്മളൊക്കെ. പശ്ചാത്തപിക്കണം. പിന്നെ പടച്ചവനെക്കുറിച്ചുള്ള ഭയം വേണം, പടച്ചവനെക്കുറിച്ചുള്ള റജീം വേണം. രണ്ടും ഒപ്പം വേണം. അള്ളാഹുവിനെക്കുറിച്ചുള്ള ആശയം വേണം, ആശങ്കയും വേണം. ആശയും ആശങ്കയും. ആശങ്കയും. ആശ എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളൊന്നും അള്ളാഹു കൈവിടൂല എന്നുള്ള ആശ. ആശങ്ക എന്ന് പറഞ്ഞാല് പടച്ചവനെ എതിര് പ്രവർത്തിച്ചാല്, കുറ്റകൃത്യങ്ങൾ ചെയ്താല് പടച്ചവൻ ശിക്ഷിക്കും. വല്ലാഹു സരീഉൽ ഹിസാബ്, കുറ്റവാളികളോട് ഞാൻ പ്രതികാരം ചെയ്യും എന്നൊക്കെ ഖുർആനിലുണ്ട്. ആ ആശങ്ക. ഖൗഫ് റജാ, അതിന്റെ ഇടയിലാകണം വിശ്വാസിയുടെ ഹൃദയം എന്നാണ്. ഖൗഫ് റജാ. നമ്മളൊക്കെ പല ആൾക്കാരും അത് പഠിച്ചോൻ ഗഫൂർ റഹീം അല്ലേ, ആ രണ്ട് പദം പഠിച്ചു വെച്ച ചില ആൾക്കാരുണ്ടാവും. പഠിച്ചോ ഗഫൂർ റഹീം അല്ലേ, പഠിച്ചാൽ ഗഫൂർ റഹീം ആണെങ്കിൽ പിന്നെ നിരന്തരമായി തഖ്വയിലും സലാഹിലും കഷ്ടിച്ച് അടിയുറച്ച് ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തിന് എന്താ അർത്ഥമുള്ളത്? പഠിച്ചോ ഗഫൂർ റഹീം അല്ലേ. യൂതന്മാരൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നത്. വഖാലത്തുൽ യഹൂദു നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഉഹു. പഠിച്ചവന്റെ ആൾക്കാരാണ്, ശിക്ഷിക്കൊന്നുമില്ല. അങ്ങനെ ആത്മവിശുദ്ധിയുടെ വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ടാവും. അള്ളാഹുവിനാണ് ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത്. അങ്ങനെ സ്നേഹിച്ച് ഉന്നതങ്ങൾ പ്രാപിച്ച ആൾക്കാർ പറഞ്ഞത് പഠിച്ചവനെ സ്വർഗം നരകമൊന്നും എനിക്ക് പ്രശ്നമല്ല. ചില ആൾക്കാർ പറഞ്ഞത് സ്വർഗത്തിൽ വന്നാലേ നിന്നെ കാണുള്ളൂ, അതുകൊണ്ട് എനിക്ക് സ്വർഗത്തിൽ കടക്കണമെന്നത് മാത്രമേ ഉള്ളൂ, സ്വർഗം എന്റെ ലക്ഷ്യമല്ല. فما مقصودهم جنات عدن ولا الحور الحسان ولا الخيام. പടച്ചവനെ കാണണമെങ്കിൽ സ്വർഗത്തിൽ ചെല്ലണം, അതുകൊണ്ടാണ് ഞാൻ സ്വർഗം ആഗ്രഹിക്കുന്നത്. വേറെ ചില പറഞ്ഞ് സ്വർഗമാണെങ്കിലും നരകാണെങ്കിലും നരകത്തിൽ പടച്ചവൻ വരുമെങ്കിൽ നിങ്ങൾക്ക് നരകാണെങ്കിൽ മതി. പടച്ചവനെ കാണണം, അള്ളാഹുവിനെ സ്നേഹിക്കണം, അള്ളാഹുവിനെ കണ്ടുകൊണ്ടിരിക്കണം, അങ്ങനെ പറയുന്നുണ്ട്. നരകത്തിൽ പടച്ചവൻ വരുമെങ്കിൽ നരകാണെങ്കിൽ എനിക്ക് പ്രശ്നമല്ല. കാരണം പടച്ചവൻ വരുന്ന സ്ഥലത്ത് ഏതായാലും പഠിപ്പാക്ക് പോവാലോ. അങ്ങനെയാണ് കാമുകന്മാരൊക്കെ ചെയ്യാറുള്ളത്. കാമുകന അല്ലെങ്കിൽ കാമുക എന്നോടത്ത് വരണമെന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുക. നമ്മൾ നാട് വിട്ടു പോകുന്ന പറഞ്ഞാൽ പോവുക. കപ്പൽ കയറാൻ പറഞ്ഞാൽ കപ്പൽ കയറുക, വണ്ടി കയറാൻ പറഞ്ഞാൽ വണ്ടി കയറുക, അല്ലെങ്കിൽ കയറിടുക എന്ന് പറഞ്ഞാൽ കയറിടുക. നമ്മൾ കണ്ടുകൊണ്ടിരിക്കണമല്ലേ. നമുക്ക് ഈ റൂട്ട് ശരിയാവില്ലേ, കയറിടില്ലേ പറ്റുള്ളൂ. രണ്ടാവരും കയറിടുക. ഒരാൾ അങ്ങേ കൊങ്ങുമ്പോൾ ഇയാൾ അങ്ങേ കൊങ്ങും. ആ പ്രതിബദ്ധത പ്രകടമാക്കാൻ ഒരേ കയറുമ്പോൾ തന്നെ ഒരു തലക്ക് മറ്റേ തലക്ക് മറ്റേ. ഇതാണ് ആത്മാർത്ഥമായ സ്നേഹം. അവരുടെ സ്നേഹത്തിന് കണ്ണുപൊട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ അതിന്റെ പുറത്തുണ്ടായാല് കശ്ഫ്, ഇൽഹാം, അങ്ങനെ ഒരുപാടുണ്ടാവും. അവരെ കയ്യും കാലും ഒക്കെ പഠിച്ചവനാവും എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് മനസ്സിലാക്കാം. ഞാനൊരടിമയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവന്റെ കണ്ണും കയ്യും കാതും ഒക്കെ ഞാനാകും. ഇത് നമുക്കിപ്പത് മനസ്സിലാക്കാൻ കഴിയില്ല. ആ വിഷയം അറിയാത്ത ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. 9 വയസ്സായ ഒരു കുട്ടി പൊമ്പലും പിന്നെ കയറിട്ട് തോന്നിയതെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് വല്ലതും അറിയാമോ? ഒന്നും അറിയില്ല. ഓനത് ഇമാം ഗസാലി പറഞ്ഞാലും ഓനത് അറിയുന്ന അവസ്ഥയിൽ എത്തിയിട്ടില്ല. അവിടെ എത്തുമ്പോൾ പിന്നെ ചിലപ്പോൾ ഓൻ തന്നെ ചെയ്തെന്ന് വരും അത്. എന്നതുപോലെ അങ്ങനെയുള്ള ആളുകളുടെ മാനസികാവസ്ഥ വായിക്കാൻ നമുക്ക് കഴിയില്ല. ഏത് വിഷയം അങ്ങനെയാണ്. അന്നാസു അഅദാ ഉമാ ജഹിലു. അന്നാസു അഅദാ ഉമാ ജഹിലു. അപ്പൊ ഇവിടെ ഈ പരിസരങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർ പറയും പ്രവാചകന്മാർക്ക് ഗൈബറിയിലാണ്. ഉദാഹരണം പറയാം, പ്രവാചകന്മാർക്ക് ഗൈബറിയിലാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിലെ രാജാവായിരുന്നപ്പോ സഹോദരന്മാരുടെ അടുത്ത് കുപ്പായം കൊടുത്തേക്കാം. ഇദ്ഹബു ബിഖമീസി ഹാദാ വഅൽഖൂഹു അലാ വജ്ഹി അബീ യഅതി ബസീറാ വഅതൂനി ബിഅഹ്ലിക്കും അജ്മഈൻ. ഒരു ഉദാഹരണം പറയാട്ടോ. അന്നാസു അഅദാഉ മാ ജഹിലു എന്നുള്ളതിന് ഉദാഹരണം.
അപ്പൊ ഈ പ്രവാചകന്മാർക്ക് ഗൈബറില്ല. എങ്ങനെ യൂസുഫ് നബിക്ക് അറിയപ്പോ ഈ കുപ്പായം അങ്ങനെ മൂത്ത് വെച്ചാൽ കണ്ണിന് കാഴ്ച കിട്ടുന്നു എങ്ങനെ അറിയാം? ഈ കുപ്പായത്തിന് അങ്ങനെ വല്ല പിന്നെ നയന ശാസ്ത്ര സംബന്ധമായ വല്ല സിദ്ധികളോ അതിനുണ്ടോ? മുമ്പ് ആരും മൂത്ത് വെച്ചിട്ട് കണ്ണിന് കാഴ്ച ഉണ്ടായിട്ടില്ല ഈ കുപ്പായം. ഉണ്ടെങ്കിൽ ചരിത്രം രേഖപ്പെടുത്തേണ്ടത്. അങ്ങനെ ഒരു കുപ്പായമായി പോവാണ്. കുപ്പായമായി നാട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഫലമ്മ ഫസലത്തിൽ ഈറു ഖാല അബൂഹും ഇന്നി ലഅജിദു റിഹ യൂസുഫ ലൗലാ അൻ തുഫന്നിദൂൻ. അവര് ഈജിപ്തിൽ നിന്ന് പുറപ്പെടുന്നേ ഉള്ളൂ, വരുന്നത് കനാനിലേക്കാണ്. ഈജിപ്തിൽ നിന്ന്, കൈറോയിൽ നിന്ന്, പിന്നെ റമസേസിൽ നിന്ന് പിന്നെ കിഴക്കോട്ട് പോകണം. അവരവിടുന്ന് പുറപ്പെട്ടപ്പോഴേക്ക് ബാപ്പ ഇവിടെ പറയാണ് ഇന്നി ലഅജിദു റീഹ യൂസുഫ ലൗലാ അൻ തുഫന്നിദൂൻ. യൂസുഫിന്റെ ഗന്ധം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. കുപ്പായ അവിടുന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളൂ. ഞാനിത് പറഞ്ഞാൽ നിങ്ങളെന്നെ പോയത്തക്കാരനാക്കും. മക്കളങ്ങനെ, മക്കളുടെ ഭാഷ്യം അങ്ങനെയായിരുന്നു. അവർ ഈ കാഴ്ച ചെയ്യാത്തവരായിരുന്നു. അതുകൊണ്ടാണ് അവർ സഹോദരനെ യൂസുഫിനെ കിണറ്റിലിട്ടൊക്കെ ദൂരീകരിച്ചത്. അപ്പൊ തന്നെ അവർ പറഞ്ഞു നിങ്ങൾ ആ പോയത്തിൽ തന്നെ, പഴയ പോയത്തിൽ തന്നെയുള്ള വാപ്പാ, ഇന്നക ലഫീ ളലാലിക്കൽ ഖദീം. അങ്ങനെ ഇവര് വന്ന് ഫലമ്മ അൻ ജാഅൽ ബശീറു വദഅ എന്തായത് ഫലമ്മ അൻ ജാഅൽ ബശീറു കുപ്പായം മുഖത്ത് വെച്ചപ്പോൾ ഫർതദ്ദ ബസീറ, യാക്കൂബ് നബിക്ക് കാഴ്ച തിരിച്ചു കിട്ടി. നാളുകൾക്ക് മുമ്പ് മകൻ യൂസുഫ് നബി അവിടുന്ന് പ്രവചിക്കാണ്, ഇത് വെച്ചുകൊടുത്താൽ വാപ്പാക്ക് കാഴ്ച കിട്ടും. നാളുകൾ കഴിഞ്ഞ് അല്ലെങ്കിൽ ആഴ്ചകൾ കഴിഞ്ഞ് മുഖത്ത് വെച്ചു കൊടുത്തപ്പോൾ ഫർതദ്ദ ബസീറ. അപ്പൊ യാക്കൂബിന് പറഞ്ഞു അലം അഖുല്ലക്കും ഇന്നി അഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങളൊക്കെ എനിക്കറിയുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് തസവുഫിന്റെ മാർഗത്തിൽ പ്രവേശിച്ചാൽ അങ്ങനെ ഒരുപാട് അത്ഭുത സിദ്ധികൾ ഉണ്ടാകും. ഏറ്റവും വലിയത് ഹൃദയം നന്നായി പടച്ചോന്റെ പൊരുത്തം കരസ്ഥമാക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.